ഒരു പാവം പെണ്ണിനെ വിഷം തീണ്ടിയിരിക്കുന്നു. മന്ത്രപഠന സമയത്ത് തന്നെ നിനക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചുവോ? എല്ലാം തറവാടിന്റെ സുഹൃത്ത ഫലം. സമയമൊന്നുമില്ലേ? കുട്ടി എഴുന്നേൽക്കൂ. പതുക്കെ മോളെ. ഗരുഡ ഭഗവാനെ, ഭക്ത ഹനുമാനെ പ്രസാദിപ്പിച്ച് സിദ്ധി നേടാൻ അനുവദിച്ചാലും ബാലാർക്കായുധ തേജസാം ത്രിഭുവന പ്രക്ഷോഭകം സുഗ്രീവാദിവാനരജ്ഞനെ സംസേവ്യ പാദാന്തരം നീ ഭാഗ്യവാനാണ്. എത്ര വേഗമാണ് നിനക്ക് മന്ത്രസിദ്ധി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേവി മന്ത്രജപം ഉടനെ ആരംഭിച്ചു. എല്ലാ സിദ്ധികളും പെട്ടെന്ന് അങ്ങോട്ട് നേടാനാണോ കുമാരന്റെ ശ്രമം? കൊച്ചുതമ്പി അങ്ങുന്നിന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചതാണോ? പഴയ കഥയെല്ലാം നിനക്കറിയില്ല. ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. 2 മക്കളെ തന്നിട്ട് മംഗലാപുരത്തേക്ക് പോയ നാഗരാജൻ പോറ്റിയെ പിന്നീട് കണ്ടിട്ടില്ല. കുമാരനെ സരസ്വതിയും വളർത്തിയത് മഹേശ്വരിയും ഞാനും കൂടാ. 2 പൊടിക്കുഞ്ഞുങ്ങളെ പെറ്റിട്ട് സരസ്വതിയും പോയി. അന്നു മുതൽ ആ കുട്ടികളെ വളർത്തുന്നത് മഹേശ്വരിയ. നാമം ചൊല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാ കുട്ടികളെ? രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാം. ശിവ ഓം സ്വാഹ 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 ശിവ ഓം. എന്റെ പൊന്നുമോനെ, കുരുന്നു പ്രായത്തിൽ തന്നെ മാന്ത്രികനാകണമെന്ന മോഹമോ? എന്റെ മോനെ, ആരാത്? എന്താ കുമാര? കൊച്ചമ്മയും കുട്ടികളും കൂടി ഇപ്പൊ തന്നെ തറവാട്ടിലേക്ക് വരണം. ചേച്ചിക്ക് എന്തെങ്കിലും കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഉടനെ പുറപ്പെടും. വരൂ കുഞ്ഞുങ്ങളെ. ചേച്ചി, ചേച്ചി, അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്തോ അസുഖമാണെന്ന് കുമാരൻ വന്ന് വിളിച്ചപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ ചേച്ചി കാര്യം? എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ മകൻ. ഞാൻ നിലവറയിലേക്ക് പോവുകയാണ്. എല്ലാരും കുമാര, കാര്യം എന്താ? ഒരു കാര്യമില്ലാണ്ട് വെള്ളിയാഴ്ചയായിട്ട് കുമാരൻ ഒന്നും വിളിക്കില്ല. കാര്യം എന്താന്ന് കുമാരൻ പറയാത്തെന്താ? എന്താ കുമാര, നിനക്കെന്താ പറയാൻ ഇത്ര മടി? ഒരു രക്ഷസ് അല്പനേരം കഴിയുമ്പോൾ കൊച്ചുപുത്തൂർ വിട്ട് കൊച്ചമ്മയെ കുട്ടികളെ കൊല്ലാനുള്ള പുറപ്പാടാണ്. ദേവി മഹാമായി, രക്ഷസിന്റെ നീക്കങ്ങൾ കൂടി എനിക്ക് കാട്ടിത്തരണമേ.
കുമാരശാലോ? ശരീരശേഷി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ താൻ ഇവിടുത്തെ കാര്യസ്ഥ പണിന്ന് മാറിയത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? മുറ്റത്ത് ഒളിച്ചെന്ന് എന്തിനായിരുന്നു? ആരുടെ ചാരനായിട്ട് എവിടെ വന്നത്? ചോരക്കാട്ടിലത്തെ തിരുമേനിയുടെ. ക്ഷുദ്രപ്രയോഗക്കാരൻ രാമൻ പട്ടേരിയോ? എന്നു മുതലാ താൻ പട്ടേരിക്ക് ചാരപ്പണി നടത്താൻ തുടങ്ങിയത്? എന്റെ ഇളയ മകൾ ലക്ഷ്മിക്കുട്ടി ചത്തത് മുതല. മോള് ചത്തപ്പോ പട്ടേരി തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു. കൊച്ചു തമ്പി അങ്ങന്ന് കാരണമാ എന്റെ മോളെ ഈ നിലവറയില് 5 തല നാഗം കടിച്ചതെന്ന് തിരുമേനി പറഞ്ഞു. ഇവിടുത്തെ മാന്ത്രികനെ നശിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു തിരുമേനി. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ചേർന്നു. കൊച്ചുപുത്തൂരോട്ട് രക്ഷസിനെ വിട്ടിരിക്കുന്ന പട്ടേരിയാണോ? സത്യം പറ. അതെ, ഈയിടെ ഒരു ഗന്ധർവനെ ഇങ്ങോട്ട് വിട്ടതും തിരുമേനിയ. തന്റെ മൂത്ത മകൾ നാണിക്കുട്ടിയുടെ ശരീരത്തിലാ ഗന്ധർവൻ കയറിയത്. തൽക്കാലം ഇവിടെ കിടക്ക്. കൂട്ടായി 5 തല നാഗവും. കുമാരശ്ശേരി ശിക്ഷിച്ചത് പോരെ? നാണിക്കുട്ടിയെ വിചാരിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കട്ടെ അമ്മച്ചി. നന്ദി കെട്ട കിളവൻ എന്റെ അച്ഛനാണെന്ന് ഓർക്കുമ്പോ മാനക്കേട് തോന്നുന്നു. കൊച്ചമ്മയുടെ പേരെല്ലാം മലങ്കോലമാക്കിയിട്ട് എരുതിലേക്ക് കയറി. അയ്യോ കുമാര, നിറചനയോട് നിൽക്കുന്ന എന്റെ പശു. ഓഹോ, നീ മായയായി മറഞ്ഞോ അതോ ഒടുങ്ങിയോ? കുമാര, ഇനിയെങ്കിലും നീ ചെന്ന് കുമാരശ്ശേരിയെ തുറന്നുവിട്. അല്ലെങ്കിൽ അവിടെയും ഒരു ശവം കാണും. വന്ന വഴിയെ തിരിച്ചു പോയിക്കോ. കുമാര, കരിമ്പൂച്ചയെ കാണാനില്ല. എടാ ചൂരക്കാട്ട് പട്ടേരി, നിനക്കറിയാവുന്നതിനേക്കാളും കടുത്ത പ്രയോഗങ്ങൾക്കുള്ള അത്ഭുത മന്ത്രങ്ങൾ പുത്തൂരെ ഗ്രന്ഥത്തിലൂടെ വാശിയെടുത്ത് ദുഷ്കർമ്മങ്ങൾ ഒന്നും ചെയ്യരുതേ. തിരുമേനി, രഹസ്യങ്ങളൊക്കെ പുറത്താക്കിയിട്ട് വന്നിരിക്കണു. ഏഭ്യൻ. ശരി ശരി, താൻ ഇല്ലത്തേക്ക് വന്നോളൂ. അങ്ങോട്ട് വരിക. ഉഗ്രപിശാചിനിയായ ധൂമാവതി, സംഹാരമൂർത്തിയായ വടയക്ഷി, രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ? അപമാനം. അവന്റെ അശ്രദ്ധ കൊണ്ട് രക്ഷസിന് മായയായി മാറാൻ സാധിച്ചു. അല്ലായിരുന്നെങ്കിലോ മതിയാക്കും. കൂടുതൽ ശക്തി ആർജിച്ച് വീണ്ടും വരും. ഞാൻ വിളിക്കാം. കൊച്ചമ്മയും കുട്ടികളും ഈ രക്ഷായന്ത്രങ്ങൾ ധരിച്ചോളൂ. ശത്രുബാധകളൊന്നും ഇനി ഉണ്ടാവില്ല.
മോളെ കാർത്തികേ, നീ വല്ലാണ്ട് പേടിച്ചു പോയോ? ഏ അയ്യോ, കൊച്ചമ്മ ഇതെല്ലാം കണ്ട് വിഷമിക്കാണ്ടിരിക്കൂ. ഇനി ഒരാപത്തും ഉണ്ടാവില്ല. ശരീരത്തിൽ നിന്ന് രക്ഷായന്ത്രം നഷ്ടപ്പെടാണ്ട് സൂക്ഷിച്ചോളൂ. ഞാൻ പോയി വരാം കൊച്ചമ്മേ. ചൂരക്കാട്ടിലത്തെ യക്ഷിക്കാവ്. ചൂരക്കാട്ടില്ല. എന്താണാവോ ശങ്കിച്ചു നിൽക്കുന്നത്? അകത്തേക്ക് വരാമല്ലോ. ആരാണത്? വാതിക്കൽ നിന്നുകൊണ്ടാണോ ആളിനെ അന്വേഷിക്കുന്നത്? അകത്തേക്ക് വരാൻ ഭയമാണോ? ആർക്ക്? എനിക്കോ ഭയം? സാഹസമല്ലേ കുമാര നീ കാട്ടിയത്? നീ വടയക്ഷിണിയുടെ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരാധനാമൂർത്തികളെ ഉള്ളഴിഞ്ഞ് ധ്യാനിച്ചോളൂ. മാറി നിൽക്കും. എനിക്ക് വിശക്കുന്നു. നിന്നെ ഞാൻ ചാമ്പല. കുമാര നിൽക്കൂ. പുത്തൂര മഹാമാന്ത്രികന് ഈ ഒളിച്ചുകളി വേണ്ടായിരുന്നു. നീ എന്തിനോട് വന്നു? ഗരുഡ മന്ത്രങ്ങളും ഹനുമൻ മന്ത്രങ്ങളുമൊക്കെ ഫലിക്കാണ്ടാവുന്ന ഘട്ടങ്ങളുണ്ടെന്ന് ഓർത്തോളൂ. കരുതി ജീവിക്കുക നിനക്ക് നല്ലത്. ഭയപ്പെടുത്തുകയാണോ? നിന്നെ ഭയപ്പെടുത്തുക മാത്രമല്ലടാ നമ്മുടെ ലക്ഷ്യം. നിന്റെ സിദ്ധികളും പുത്തൂർ തറവാടിന്റെ മാന്ത്രിക പാരമ്പര്യവും നാം നശിപ്പിക്കും നിശ്ചയ. ഗരുഡ സേവ ഒഴികെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാണ്ടിരുന്നാൽ
നോം നിന്നെ വെറുതെ വിട്ടേക്കാം. എന്തു പറയണം? എടാ ചൂരക്കാട്ട് പട്ടേരി, നീ നോക്കിക്കോ. നിന്റെ ദുർദേവതകളെ മുഴുവൻ ഞാൻ ബന്ധിക്കും. നിന്നെ ഞാൻ ഭ്രാന്തനാക്കും. എന്റെ പിതൃക്കളാണ് സത്യം. എന്തു പറ്റി പാർവതി ഇങ്ങോട്ടൊന്ന് വരാൻ? എന്തെങ്കിലും കാര്യമുണ്ടാവും. കാര്യം ഉണ്ടായിട്ട് തന്നെയാ വന്നത്. കൊട്ടാരത്തിന്റെ കാര്യം. കൊട്ടാരത്തിന്റെ കാര്യം പറയാൻ നീ ആരാ? തറവാട്ട് മാന്ത്രികൻ മാത്രമാ കൊട്ടാരത്തിന്റെ അധികാരി. നിങ്ങൾ തമ്മിൽ വഴക്കിടാതെ കുട്ടികളെ. ഉം. കാര്യം എന്താണെന്ന് പറയൂ ശേഖര. പപ്പുവമ്മാവന്റെ കാലം മുതൽ കൊട്ടാരത്തിലെ പൂജകളും അടിയന്തരങ്ങളും നേരാവണ്ണം നടക്കുന്നില്ല. കൊട്ടാര വസ്തുക്കളുടെ ആദായം പുത്തൂർ ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല. ഇന്നു മുതലുള്ള ആദായം കളീക്കൽ ഷായ്ക്ക് വിട്ടുതന്നേക്കാം. എന്താ? നീ എന്നെ പരിഹസിക്കുകയാണോ? കൊട്ടാര വസ്തുക്കൾ തറവാടിന്റെ പൊതുമുതല. വഴക്കിടാനാണോ ശേഖര നമ്മളിവിടെ വന്നത്? അമ്മ വരൂ. ഒരു മഹാമാന്ത്രികൻ. ഇവനെ മര്യാദ പഠിപ്പിക്കാൻ മറ്റു മാർഗമുണ്ടോ എന്ന് ഞാൻ എന്നെ നോക്കട്ടെ. മര്യാദ പഠിപ്പിക്കാൻ നീയല്ല, നിന്റെ അച്ഛനുണ്ടല്ലോ വൈരമന മാധവൻ പറ്റി. അയാൾ കുഴി നെയ്തിട്ടൊന്നും നടക്കില്ല. കുമാര, നീ ഒന്ന് അടങ്ങ്. കുമാരശ്ശേരി മരിച്ചു. എനിക്ക് വലിവ് കൂടുതലാണ് അമ്മച്ചി. ഇനി ആ അടുക്കളയിൽ നാണിക്കുട്ടി നിൽക്കട്ടെ, കുറച്ചു വലിയ ലക്ഷ്മിക്കുട്ടി നോക്കട്ടെ. കരിമുകിലൻ പൂവേണി, ഇളം കാറ്റൻ മധുവാണി, കരിമുകിലൻ പൂവേണി, ഇളം കാറ്റൻ മധുവാണി, മതിമുഖമൻ താമ്പാളം, മറച്ചുണ്ട് താമ്പൂലം. എന്നെയോ നശിപ്പിച്ചു എന്റെ അനിയത്തി ലക്ഷ്മിക്കുട്ടി. എട്ടും പൊട്ടും തിരിയാത്ത പാവം പെണ്ണ്. അവളെ ചീത്തയാക്കല്ലാമെന്ന്. കൊച്ചുതമ്പി അങ്ങുന്നൊരു പുരുഷനാ. അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിന്നെയും കൊന്ന് ഞാനും ചാവും. അയ്യോ കാർത്തേനി. നാണിക്കുട്ടി, പുലകുളി കഴിഞ്ഞാൽ ഉടനെ നീ അങ്ങ് വരുമെന്നാ ഞാൻ നനച്ചത്. എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മച്ചി. അമ്മയെ നോക്കാൻ ഞാനേ ഉള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. കാർത്തേനിയും അങ്ങോട്ട് പോരട്ടെ. വേണ്ടായേ, ഞങ്ങൾക്ക് പുത്തൂരെ ചേവകം മതിയായേ. ഓഹോ, കുമാരന്റെ ദൈവാധീനം ഉച്ചത്തിലോ. ഗരുഡൻ അവന്റെ പ്രത്യക്ഷമൂർത്തി. ഹനുമാൻ അവനിൽ പ്രസാദിക്കുന്നു. ദേവി അവന് കാവലും. പേഷ്, ഒരു യക്ഷി അവനിൽ അനുരക്തയാണ്. അവന്റെ ബ്രഹ്മചര്യം നശിച്ചാൽ യക്ഷി അവനെ പിടികൂടും. മീനാക്ഷി, നീ അവന്റെ പഴയ ആളല്ലേ? നീ നിരീച്ചാൽ അവനെ